മാസപ്പിടി കേസിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയനും വീണയ്ക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന നേതാവാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ സഭയിൽ മാത്യു കുഴൽനാടൻ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വീണയുടെ IT കമ്പനിയും അതിന്റെ മെന്ററും ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളെക്കുറിച്ചായിരുന്നു മാത്യു അന്ന് പ്രസംഗിച്ചത്. അതിൽ സമനില തെറ്റിയ മുഖ്യമന്ത്രി സഭയിൽ പൊട്ടിത്തെറിച്ചായിരുന്നു പ്രതികരിച്ചത്. പിന്നാലെ മാത്യുവിനെതിരെ ഇല്ലാത്ത വിജിലൻസ് കേസുണ്ടാക്കി അന്വേഷണം നടത്തുന്നതും നാം കണ്ടു. എന്നാൽ അതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കാൻ മാത്യു തയ്യാറായില്ല. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയി. കോടതിയിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ഇപ്പോഴും മാസപ്പിടി കേസ് ഉയർത്തി ശക്തമായ ആക്രമണമാണ് മാത്യു നടത്തുന്നത്. ഇന്ന് ED അന്വേഷണത്തിനെതിരെ CMRLന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ മാത്യു നടത്തിയ പ്രതികരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. കോടതികൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നത് സന്തോഷകരമാണ്. ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഇതിലെ അഴിമതിയിലേക്ക് അന്വേഷണം നീളുമ്പോൾ പിണറായി വിജയൻ പ്രതിയാകുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. പിണറായിയെ ഞെട്ടിച്ച ആ പ്രതികരണത്തിന്റെ വീഡിയോ കാണാം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ ശരിവെച്ചുകൊണ്ട് ED അന്വേഷണം തുടരട്ടെ എന്ന് ഡിവിഷൻ ബെഞ്ച് കൂടി പറഞ്ഞിരിക്കുകയാണ്. എനിക്കേറെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ കോടതികൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിൽ മാസപ്പടി കേസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വക്കീലോ നിയമജ്ഞനോ ജഡ്ജിയോ അല്ലെങ്കിൽ നിയമം ആഴത്തിൽ അറിയുന്ന ആളുകളോ ആവണമെന്നില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു സേവനവും നൽകാതെ ഒരു കമ്പനിയിൽ നിന്നും വാങ്ങിയ കോടാനുകോടി രൂപയുടെ അഴിമതി പണം, ആ അഴിമതി പണം ബാങ്കിലൂടെ വാങ്ങി അതിന് ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ് ആ ടാക്സ് അടച്ചതുകൊണ്ട് ക്രമവിരുദ്ധമായ ഒന്നുമില്ല, ഇത് വൈറ്റ് മണിയാണ്, ഇതെനിക്ക് ഒറിജിനലി അവകാശപ്പെട്ട മണിയാണ് എന്ന നിലയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ നടത്തിയ പരിശ്രമമാണ് ഇതെന്ന് ആർക്കും പ്രഥമ ദൃഷ്ടിയെ നോക്കിയാൽ മനസ്സിലാവും. ഒരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ വാങ്ങുന്നു, അത് ബാങ്കിലൂടെ വാങ്ങുന്നു, അതിന് ടാക്സ് അടയ്ക്കുന്നു. ഈ ഡിഫൻസാണ് ആദ്യം മുതൽ എക്സാലോജിക്കും വീണയും പാർട്ടിക്ക് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും വെച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആദ്യമായി മാസപ്പടി കേസ് കേരള സമൂഹത്തിന് മുമ്പിൽ അതിശക്തമായി ഉന്നയിച്ചപ്പോൾ അന്ന് വൈകുന്നേരം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ കുറിപ്പ് നിങ്ങൾ പത്രക്കാർക്ക് നൽകിയിരുന്നു. എന്താണ് അതിൽ പറഞ്ഞത്? 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. ആ സുതാര്യമായ ഇടപാടിൽ ലഭിച്ച പണത്തിന് ടാക്സും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല, ക്രമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പൊതുസമൂഹത്തെയും പാർട്ടിയെയും പാർട്ടിയിലെ സഖാക്കന്മാരെയും ബോധ്യപ്പെടുത്താൻ ഇവർ പരിശ്രമിച്ചത്. പക്ഷെ അതെല്ലാം അമ്പെ പരാജയപ്പെട്ട് സത്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നിരിക്കുകയാണ്. ED അന്വേഷണം പ്രഥമ ദൃഷ്ടിയ പരിശോധിക്കുമ്പോൾ പ്രാഥമിക പരിശോധനയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന പ്രക്രിയ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് അതിന് അനുമതി നൽകിയത്. വീണ്ടും ആഴത്തിൽ പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ച് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന പ്രക്രിയ നടന്നിരിക്കുന്നുവെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ED അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ED ആത്മാർത്ഥമായി, സത്യസന്ധമായി, സുതാര്യമായി അന്വേഷിച്ച് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു കുറ്റപത്രം നൽകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന അവർ റിസീവ് ചെയ്ത പണം കള്ളപ്പണമായിരുന്നു എന്നത് തന്നെ EDക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ED അന്വേഷണം നടക്കുന്നത്. ആ കള്ളപ്പണം അഴിമതിപ്പണമാണ് എന്നും ഇനി അതുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേരളത്തിൽ 10 വർഷം അധികാരത്തിലിരുന്ന പിണറായി വിജയനിലേക്ക് മാസപ്പടി അന്വേഷണം എത്താൻ പോകുന്നത്. അതെത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് CMRLനെതിരെ, വീണയ്ക്കെതിരെ, എക്സാലോജിക്കിനെതിരെ, മറ്റ് സാഹചര്യങ്ങൾക്കെതിരെയൊക്കെയാണ്. പക്ഷേ പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം എത്തുന്നത് എപ്പോൾ അഴിമതിക്കെതിരെ അന്വേഷിക്കാൻ തീരുമാനിക്കുന്നോ അപ്പോൾ പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നിപ്പോൾ CPMന്റെ പരിശ്രമം, ഇനിയിപ്പോൾ അവർക്കറിയാം പൊതുസമൂഹം ഈ അഴിമതി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ വിധിയെഴുത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനം, ഏറ്റവും വലിയ തിരിച്ചടി അവർ നേരിട്ടത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് നടത്തിയ കൊടി അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പേരിലാണ്. ആ അഴിമതി ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിലായി CPMും പിണറായി വിജയനും ശ്രമിക്കുന്നത് ഇനി അവസാനം തന്റെ പാർട്ടിയിലുള്ള സഖാക്കളെയെങ്കിലും ഇനി കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പാഴ് ശ്രമമാണ്. EDക്കെതിരായി നടത്തിയ രാഷ്ട്രീയ ഉപരോധം കൊണ്ട്
അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് അദ്ദേഹം ശ്രമിച്ചത്. പിണറായി വിജയൻ എത്രയോ വട്ടം നിയമസഭയിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് രണ്ട് കൈയും പലവട്ടം കേരളത്തിന് മുമ്പിൽ മലത്തി കാണിച്ച ആളാണ് പിണറായി വിജയൻ. എൻ്റെ മടിയിൽ കനമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, കേന്ദ്ര ഏജൻസികളെ ഞാൻ ക്ഷണിച്ചിരിക്കുകയാണ്, കേന്ദ്ര ഏജൻസികളെല്ലാം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ എന്തിനാണ് അന്വേഷണത്തിനായി ഇ ഡി വന്നപ്പോൾ പാവപ്പെട്ട സഖാക്കന്മാരെ ഇറക്കി പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത്? അവരെ കൊണ്ട് ഇ ഡിയെ ആക്രമിപ്പിച്ച് ഇ ഡിയുടെ വാഹനം തല്ലിപ്പൊളിച്ച് അവരൊന്ന് ജയിലിലാണ്. ഇ ഡിക്കെതിരെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ജാമ്യമില്ലാ വകുപ്പെടുത്ത് അകത്തു പോകുമെന്ന് അറിയാത്തവരാണോ CPM-ന്റെ നേതാക്കന്മാർ? അവർ അത് കണക്കുകൂട്ടി ചെയ്തതാണ്. ഇപ്പോൾ CPM പരിശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സഖാക്കളെ ഇ ഡി ജയിലിൽ അടച്ചിരിക്കുകയാണ്. എത്ര നാളായി? അവർക്ക് ജാമ്യം കിട്ടാൻ വൈകും, ഇതവർക്കറിയാം. അപ്പൊ ഇ ഡിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി ഇ ഡിയെ ശത്രുപക്ഷത്ത് നിർത്തി സഖാക്കന്മാരെ എങ്കിലും കൂടെ നിർത്താൻ പറ്റുമോ? പാർട്ടിയിലെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ഇ ഡിയെ ശത്രുപക്ഷത്ത് നിർത്തി അതിനുവേണ്ടി സഖാക്കന്മാരെ ജയിലിലടച്ചിട്ടാണെങ്കിലും ബലി കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും തൻ്റെ രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്ന പാഴ്വേലയാണ്, പരിശ്രമമാണ് നമ്മൾ കാണുന്നത്. ഞാൻ കാത്തിരിക്കുന്നത് ഇ ഡിയുടെ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകുമോ, സത്യസന്ധമായ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമോ എന്നതാണ് കാണേണ്ടത്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഞാനൊരു ശുഭാപ്തി വിശ്വാസിയാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞ മാസപ്പടിയിലെ അഴിമതിയിലേക്കുള്ള അന്വേഷണത്തിന്റെ തൊട്ടു മുമ്പിലെത്തി നിൽക്കുകയാണ്. ഞാൻ കോടതിയിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അഴിമതി നടന്നുവെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിലും ഈ ഘട്ടത്തിൽ അന്വേഷണം അനിവാര്യമാണോ എന്ന് സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞു. എന്നാൽ ഇന്ന് ഈ അഴിമതി നടന്നു എന്ന സാഹചര്യം തെളിയിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അന്ന് എല്ലാം മൂടി വെക്കുന്ന, എല്ലാം മറച്ചു വെക്കുന്ന, എല്ലാം ഇല്ല എന്ന് പറയുന്ന ഒരു സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ CBI അന്വേഷണം ഉണ്ടാകും, അതല്ലെങ്കിൽ UDF സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന വിജിലൻസ് അന്വേഷണം വീണ്ടും വരും. കാരണം ഇതിൽ ആത്യന്തികമായി അന്വേഷിക്കപ്പെടേണ്ടത് ഇതിലെ അഴിമതിയാണ്. ആ അഴിമതി അന്വേഷിക്കാൻ കഴിയുന്നത് രണ്ട് ഏജൻസികൾക്കാണ്, ഒന്നുകിൽ സംസ്ഥാന വിജിലൻസ് അല്ലെങ്കിൽ കേന്ദ്ര CBI. ഇവരിൽ ആരെങ്കിലും സ്റ്റെപ്പിൻ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരികയും നിങ്ങൾ കുറ്റാരോപിതനാകുന്ന, നിങ്ങൾ പ്രതിപ്പട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത്.